ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധിക ചേരുവകളൊന്നുമില്ലാതെ നല്ല ടേസ്റ്റിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണ് കേട്ടോ. അന്നേരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക് ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അത് നികത്തക്ക രീതിയിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കുക്കർ മൂടി വെച്ച് ഒരു 4-5 വിസിൽ വരത്തക്ക രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു അടുപ്പിൽ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറഞ്ഞ അളവിൽ ഉലുവായും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലുള്ള നല്ല ഈസി ടിപ്സുകൾ വരുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 7-8 കൊച്ചുള്ളി രണ്ടായിട്ട് കീറിയിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ 2 വറ്റൽമുളകാണ് കീറിയിട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് 2 സ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ബജിക്കൊക്കെ പൊരിക്കുന്ന കടലമാവുണ്ടല്ലോ, ആ പൊടിയാണ് 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ച ചൊവയൊക്കെ പോകുന്നിടം വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഈ തക്കാളിയും സവാളയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഉടച്ചെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഈ കടലമാവിൻ്റെയും സാമ്പാർ പൊടിയുടെയൊക്കെ പച്ച ചുവ മാറിയ ശേഷം നമുക്ക് ഈ തക്കാളിയും സവാളയൊക്കെ ഇതിലേക്കിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലൊരു മണമൊക്കെ ഇപ്പം വരുന്നതായിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അതേപോലെക്കിന് ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നിടം വരെ താങ്ക് യു, ബൈ.